എൻ്റെ പേര് ഫവാസ്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള നെരിപ്പറ്റ എന്ന പ്രദേശത്തു നിന്നാണ്. മെയിനായിട്ട് ഫസ്റ്റ് എക്സാം മെയിനായിട്ട് പഠിച്ചിട്ട് ഏതാണെന്ന് വിചാരിച്ചത് ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കിയപ്പോൾ ഒരു കോഴ്സ് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഏണസ്റ്റിൻ്റെ ഒരു കോഴ്സ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എൻറോൾ ചെയ്തു പഠിക്കാൻ തുടങ്ങി. CBT 1 മെയിനായിട്ട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അതെങ്ങനെ ക്രാക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് രണ്ടാമത്തെ സ്റ്റേജ് എഴുതാൻ പറ്റുള്ളൂ. ഈ ഏണസ്റ്റിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് ആസ് പെർ ദ സിലബസ് വെച്ചിട്ട് ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രോപ്പർ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ മുമ്പോട്ട് പോയത്. മോക്ക് ടെസ്റ്റ് കൂടിയാണ് ആ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരു എക്സാം ആയാലും ജസ്റ്റ് പഠിച്ചതുകൊണ്ട് മാത്രം എക്സാം ആളിൽ പെർഫോം ചെയ്യണമെന്നില്ല. അതേപോലെ മെൻറ്റർ സപ്പോർട്ട്, മെൻറ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്താ ഒരു റിമൈൻഡറാണ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ഒരു എക്സാം ഒന്നും ആർക്കും കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫവാസ് ആണ്. ഇന്ത്യൻ റെയിൽവേയിൽ സതേൺ സോണിൽ, അത് വിശേഷ്യ തിരുവനന്തപുരം RRBയിൽ തന്നെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തിട്ടാണ് ഫവാസ് നമ്മളോടൊപ്പം അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം ഫവാസിനെ നമ്മുടെ സക്സസ് സ്റ്റോറിയിലേക്ക്. സ്വാഗതം ഫവാസ്. താങ്ക് യു. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു നല്ല തസ്തിക ക്രാക്ക് ചെയ്തിട്ടാണ് ഫവാസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഫവാസിനെ പറ്റി അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പം ഫവാസിന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞാൽ ഫവാസ് എന്തായിരിക്കും പറയുക? എൻ്റെ പേര് ഫവാസ്. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തിനടുത്തുള്ള നെരിപ്പറ്റ എന്ന പ്രദേശത്തു നിന്നാണ്. വീട്ടിൽ ഉപ്പ, ഉമ്മ, അതേപോലെ 1 ബ്രദർ ആൻഡ് 2 സിസ്റ്റേഴ്സ്. ഇനി എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം GC കോഴിക്കോട് 2019 പാസ് ഔട്ടാണ്. അതിനുശേഷം MTech ചെയ്തു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ, സ്പെഷ്യലൈസ്ഡ് ഇൻ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി. അതിനുശേഷം വിവിധ കോളേജുകളിൽ ലെക്ചറായിട്ടും അതേപോലെ പ്രൊഫസറായിട്ടൊക്കെ ടെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. MTech കഴിഞ്ഞതിന് ശേഷം ടെക്നിക്കൽ ഫീൽഡ് തന്നെയാണ് കൂടുതലായിട്ടും വർക്ക് ചെയ്തത്. പിന്നെ വിവിധ കോമ്പറ്റീവ് എക്സാമുകളിലൊക്കെ, അതായത് ടെക്നിക്കൽ ഫീൽഡ് തന്നെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം PSC ആണെങ്കിലും മറ്റ് വിവിധ ഗവൺമെൻറ് എക്സാമുകളാണെങ്കിലും ടെക്നിക്കൽ ഫീൽഡ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതായത് എക്സാം കഴിഞ്ഞപ്പോൾ മുതൽ, അതായത് പഠിച്ചിറങ്ങിയ മുതൽ തന്നെ ഒരു ഗവൺമെന്റ് എക്സാമിലേക്ക് വരിക എന്നൊരു ആഗ്രഹം ഫവാസിനുണ്ടായിരുന്നു. അതെ അതെ, പഠിച്ച ഫീൽഡ് ടെക്നിക്കൽ ആയതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ ഒരു ജോലി കിട്ടാൻ തന്നെ ഒരു ആഗ്രഹമായിരുന്നു. അതൊരു ഗോളായിരുന്നു. വിവിധ തസ്തികകൾ, എസ്പെഷ്യലി ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതൊരു ഗോളായിരുന്നു. അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പം ഫവാസ് വിവിധ എക്സാമുകളൊക്കെ എഴുതിയിരുന്നു എന്ന് പറയുന്നത്. അപ്പം റെയിൽവേയിലാണ് ഇപ്പം വന്നു നിൽക്കുന്നത്. പക്ഷെ ഫവാസിന്റെ ഇൻട്രൊഡക്ഷനിൽ നിന്ന് മനസ്സിലായത് ഫവാസ് PSC എക്സാംസിന് നോക്കിയിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു ഫവാസ് പ്രധാനമായിട്ട് എഴുതിയിരുന്ന PSC എക്സാമുകൾ? പ്രധാനമായിട്ട് ഞാൻ പഠിച്ചെഴുതിയത് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതുകൂടാതെ ആ സമയത്ത് തന്നെ വിളിച്ചത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, AMVI, പിന്നെ ഓവർസിയർ, അങ്ങനത്തെ വിവിധ ടെക്നിക്കൽ PSC എക്സാം ഉണ്ടായിരുന്നു. അതൊക്കെ അപ്ലൈ ചെയ്തു, അതൊക്കെ എഴുതലുണ്ട്. അതിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ്? അതെ അതെ അതെ, എഴുതിയ എക്സാമിൽ അധികവും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലെക്ചറിൽ മെയിൻ ലിസ്റ്റിലുണ്ട്, അതേപോലെ AMVIയിലുണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്. ലിസ്റ്റിൽ എഴുതിയ എക്സാം മോസ്റ്റും വന്നിട്ടുണ്ട്. അതായത് എഴുതിയ പരീക്ഷകളിൽ എല്ലാം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അവസാനം നമ്മൾ റെയിൽവേയില് ഇതിൽ വന്നപ്പോൾ റെയിൽവേയില് പിന്നെ റാങ്ക് ലിസ്റ്റ് അല്ല, അഡ്വൈസിങ് വരികയാണ് ചെയ്യുന്നത് ജോയിൻ ചെയ്യാനുള്ളത്. സെലക്ഷൻ ലിസ്റ്റ് മാത്രം വന്ന് നമുക്ക് അഡ്വൈസ് വന്ന് നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ഇന്റിമേഷൻ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ റെയിൽവേയിൽ വന്നു നിൽക്കുന്നത്. ഈ ഇതൊരു ചെയിൻ ഓഫ് ആക്ഷൻ ആണല്ലേ? കുറെ കാലമായിട്ട് തുടങ്ങിയതിന്റെ ഫസ്റ്റ് റിസൾട്ട് ആയിട്ട് റെയിൽവേയില് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെ വേണം നമ്മൾ കണക്കാക്കാൻ. പിന്നെ അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്, പഠനം തുടങ്ങിയതും പഠിച്ചു തുടങ്ങിയതും ഒക്കെ PSCയിലാണെന്ന് പറഞ്ഞു ഫവാസ്. അപ്പൊ PSCയിൽ തുടങ്ങിയ ഒരാള് ജെയിൽ വന്നു നിൽക്കുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ജെയിലേക്കുള്ള യാത്ര? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് എക്സാം മെയിനായിട്ട് പഠിച്ചിട്ട് ഏതാണെന്ന് വിചാരിച്ചത് ലെക്ചർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആ എക്സാം ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കിയപ്പോൾ ഒരു കോഴ്സ് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഏണസ്റ്റിൻ്റെ ഒരു കോഴ്സ് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ എൻറോൾ ചെയ്തു, പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചതുകൊണ്ട് ആ എക്സാം എഴുതി എൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ റെയിൽവേയിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണക്കാക്കി റെയിൽവേയിലേക്ക് ഒന്നുകൂടി
എക്സ്ട്രാ പഠിച്ച് നോക്കാൻ വിചാരിച്ചു. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ വെച്ചാൽ ഇതിന് റെയിൽവേക്ക് 2 സ്റ്റേജ് എക്സാമാണ്, CBT 1ഉം CBT 2ആണ്. CBT 1ൽ മെയിനായിട്ട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, അതാണ് എൻ്റെ ചലഞ്ച്. അപ്പോൾ അതെങ്ങനെ ക്രാക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് 2ാമത്തെ സ്റ്റേജ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മെയിനായിട്ട് വരുന്നത് മാത്സ്, റീസണിങ്, അതേപോലെ സയൻസ്, പിന്നെ വരുന്നത് GK. ഈ 4 പോർഷൻസാണ് മെയിനായിട്ട്. ഇത് ഞാൻ മുമ്പ് പഠിക്കാത്തൊരു ഏരിയയും കൂടിയാണ്. പിന്നെ ടെക്നിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഈ മാത്സും റീസണിങ് എനിക്ക് അത്യാവശ്യം താല്പര്യമായിരുന്നു, എവിടെ കിട്ടിയാലും ചെയ്ത് നോക്കാനും അത് ഉത്തരം കണ്ടെത്താണല്ലോ. പിന്നെ ഈ സയൻസും ഈ GK ഒക്കെയാണ് ചലഞ്ചായി തോന്നിയത്. അപ്പം അതിന് എങ്ങനെ ഓവർകം ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് ഈ ഏണസ്റ്റിൻ്റെ കോഴ്സ് വീണ്ടും RRBൻ്റെ പർച്ചേസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ CBT 1ന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഓക്കെ, അപ്പോൾ CBT 1ൽ ഈ ഒരു പ്രധാനപ്പെട്ട ചലഞ്ചുകളാണ് ഒന്നല്ലേ, അതായത് GK ഓവർകം ചെയ്യുക, കറണ്ട് അഫയേഴ്സ് ഓവർകം ചെയ്യുക, പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന സയൻസ് ഓവർകം ചെയ്യുക. അപ്പോൾ അത് എത്രമാത്രം ഓവർകം ചെയ്യാൻ പറ്റി ഈ ഒരു പാറ്റേണിലൂടെ പോയപ്പോൾ? മെയിനായിട്ട് ഈ സിലബസ് നോക്കിയപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഈ ഫസ്റ്റ് CBT 1ൽ. അതിൽ ഓൾമോസ്റ്റ് 30 മാർക്ക് മാത്സ്, 25 റീസണിങ്, 30 സയൻസ്, പിന്നെ 15 മാർക്കാണ് GK ആയിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ചലഞ്ചായി തോന്നിയത് ഈ സയൻസും ഈ GK പാർട്ടും അതേപോലെ മാത്സുമാണ്. റീസണിങ് പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം സിമ്പിളായി തോന്നി. ഈ 3 പോർഷൻസ് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ മാത്രമേ CBT 2 എഴുതാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു അവസരം നഷ്ടപ്പെടും. അപ്പോഴാണ് ഈ സമയം അത്രയേ ഉള്ളൂ. റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഫസ്റ്റ് എക്സാമിന് ഏകദേശം 3 മാസത്തോളം ഉണ്ടാവും. കാരണം PSC പോലെയല്ല, PSC ഒരു നോട്ടിഫിക്കേഷൻ വന്നൊരു എക്സാം ഇപ്പോൾ നമുക്ക് മുമ്പൊന്നും അറിയാൻ പറ്റില്ലായിരുന്നു. ചിലപ്പോൾ അത് ഒരു വർഷം കഴിഞ്ഞിട്ടൊരു എക്സാം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ ഏണസ്റ്റിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് ആസ് പെർ ദ സിലബസ് വെച്ചിട്ട് ഓരോന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രോപ്പർ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ മുമ്പോട്ട് പോയത്. അപ്പോൾ അതുപോലെ ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞു, ഇപ്പം റെയിൽവേയുടെ CBT 1ന്റെ CBT 2ന്റെ കാര്യം പറഞ്ഞു, CBT 1ന്റെ ചലഞ്ചുകൾ പറഞ്ഞു. അപ്പോൾ CBT 2ലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും CBT 2 സബ്ജക്റ്റ് ആണ്. ഈ സബ്ജക്റ്റിൽ അപ്പം ആഡോണായിട്ട് വരുന്നൊരു പോയിന്റ് ആണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്, ഇത്രയേ ഉള്ളൂ. CBT 2ൽ നമ്മുടെ മെക്കാനിക്കൽ ആയിരുന്നു മെയിൻ സബ്ജക്ട്. അപ്പൊ എങ്ങനെയാണ് കേരള PSCയിൽ ടെക്നിക്കൽ എക്സാമിനേഷൻ പഠിച്ചത് ഈ CBT 2ൽ താങ്കളെ സഹായിച്ചത്? ഡെഫിനറ്റ്ലി PSCക്ക് ട്രൈ ചെയ്തുകൊണ്ടാണ് ഈ RRBക്ക് എനിക്ക് CBT 2 എളുപ്പമായി തോന്നിയത്. കാരണം CBT 1 ആണ് എനിക്ക് ചലഞ്ചായി തോന്നിയത്. എങ്ങനെയെങ്കിലും CBT 1 ക്ലിയർ ചെയ്താൽ CBT 2 എഴുതിയെടുക്കാനൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ PSCക്ക് ട്രൈ ചെയ്തുകൊണ്ടാണ്. PSCയിൽ ടെക്നിക്കൽ ഫീൽഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടെക്നിക്കൽ ഫീൽഡാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ PSC സിലബസും RRBൻ്റെ ടെക്നിക്കൽ സിലബസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേണാണ് മാറ്റം, ക്വസ്റ്റ്യൻ ടൈപ്പിൽ. PSCയിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ വരുന്നത്. പക്ഷേ RRB അങ്ങനെയല്ല, ഡയറക്റ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻസ്, ചെറിയ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയാണ് ടെക്നിക്കൽ വരുന്നത്. അപ്പോൾ കോർ സ്ട്രോങ് ആണെങ്കിൽ രണ്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാം അല്ലേ? അതെ അതെ. ഇപ്പോൾ ടെക്നിക്കൽ ഫീൽഡ് ഒരു ബേസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ CBT 1ൻ്റെ കൂടെ തന്നെ CBT 2നും ഫോക്കസ് ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം റെയിൽവേ ഒരു എക്സാം കഴിഞ്ഞാൽ CBT 2ലേക്ക് വീണ്ടും അടുത്ത 3 മാസം സമയം കിട്ടും. ഈ CBT 1 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്, CBT 2 ക്വാളിഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ പുതുതായി തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ CBT 1ൻ്റെ കൂടെ തന്നെ CBT 2ഉം പഠിച്ചു പോകണം എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിയാണ്. ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ ഈ ഒരു ലക്ഷ്യം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം അതായത് ടെക്നിക്കൽ PSCക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം GS 1ന് വേണ്ടി ഒരു എഫർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി നടക്കും. ഇനി അത് നോക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം CBT 1 പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഏതാണോ അവരുടെ കോർ ഏരിയ, ആ ഏരിയ കൂടി നോക്കി പോയി കഴിഞ്ഞാൽ ഈ വഴി ജേണി എളുപ്പമാണ് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഇനി വരുന്നൊരു സംശയം, ഇപ്പം 2 എക്സാം എഴുതിയ ഒരാളെന്ന രീതിയിൽ എക്സാം ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. അപ്പൊ റെയിൽവേ എക്സാമിനേഷന്റെ പാറ്റേണിലല്ല PSC എക്സാമിനേഷന്റെ പാറ്റേൺ. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ താങ്കൾ വന്നിട്ടുണ്ട്, റെയിൽവേയിൽ ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് ഞാൻ ചോദിക്കുന്നത്, മറ്റൊന്നുമല്ല. അതായത് കേരള PSC എക്സാംസ് പേപ്പറിൽ ബബിൾ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഏതാണ്ട് 1.25 മണിക്കൂർ നമ്മൾ പ്യൂർ ഡെഡിക്കേഷൻ ആണ്. റെയിൽവേ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ഈ 2 എക്സാമിനേഷനും ആ ഒരു മൊമെന്റിൽ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു ചലഞ്ചാണ്. ഈ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഫവാസ് ക്രാക്ക് ചെയ്തെടുത്തത്? അത് റെയിൽവേയിൽ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. അത് ഫസ്റ്റ് CBT 1 100 ക്വസ്റ്റ്യൻസും 90 മിനിറ്റ്സുമാണ്. PSC അതേപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസും 90 മിനിറ്റാണ്. പക്ഷേ CBT 2 അങ്ങനെയല്ല, 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 100ഉം പ്യുവർ ടെക്നിക്കലും 50 ഈ മാത്സ് റീസണിങ് അങ്ങനത്തെ 50 മാർക്കും ഉണ്ടാവും. അതിന് സമയം
120 മിനിറ്റ് ഉണ്ടാവും. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടി, ടൈം കുറഞ്ഞു. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ് ആണ് അതിന്റെ മെയിൻ. അപ്പൊ ഈ ഹോളിനെ എങ്ങനെ നമ്മൾ ഈ എക്സാമിനേഷനിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഈ ടൈമിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ടൈമിനെ മാനേജ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക സ്കില്ല് വേണ്ട. അതെങ്ങനെയാണ്? അത് മെയിനായിട്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്താൽ മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. മോക്ക് ടെസ്റ്റ് കൂടിയാണ് ആ ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. ഏതൊരു എക്സാം ആയാലും ജസ്റ്റ് പഠിച്ചതുകൊണ്ട് മാത്രം എക്സാം ആൾ പെർഫോം ചെയ്യണമെന്നില്ല. കാരണം അതിൽ എന്താ പറയുക, ആ ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് നമ്മൾ ലക്ഷ്യത്തിൽ സക്സസ്സിലേക്ക് എത്തുന്നത്. കൂടുതൽ നോളജ് ഉണ്ടായത് കാര്യമില്ല. ഇത് എന്താ പറയുക, സ്മാർട്ടായിട്ട് എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യുന്നതും കൂടിയാണ്. CBT ആണെങ്കിൽ ഇത് തന്നെയാണ്, പേപ്പറിൽ ബബിൾ ചെയ്യുകയാണെങ്കിലും സെയിം. പക്ഷെ PSCയിൽ ആ ബബിൾ ചെയ്യുന്ന സമയം കൂടി നമുക്ക് എന്താ പറയുക നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ നമുക്ക് ഓപ്ഷൻ മാറ്റാനുള്ള അവസരമൊക്കെ ഉണ്ട്. അതേപോലെ PSC എല്ലാ ക്വസ്റ്റ്യൻസും അറ്റ് എ ടൈം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അറ്റ് എ ടൈം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കാണാൻ പറ്റൂ. ആ ഒരു ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതായത് PSCയിൽ നമുക്കൊരു എൻ്റയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ മാത്രമേ നമുക്ക് ഏതാണ്. അപ്പൊ അവിടെ രണ്ടിടത്ത് 2 വേ ഓഫ് അപ്രോച്ച് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലേ? ശരി. അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും താങ്കൾ ഓവർകം ചെയ്ത ചലഞ്ചുകൾ. അപ്പം ഇനിയും പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മളുടെ ഒരു ഐക്കണിക് ആയിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടാവും. എന്താണ് താങ്കൾ എക്സാമിന് വേണ്ടി ക്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ചൊരു ട്രിക്ക്? ഞാൻ ഉപയോഗിച്ച ട്രിക്ക് ഓരോരുത്തർക്കും ഓരോ ട്രിക്ക് ഉണ്ടാവും. പക്ഷെ എൻ്റെ ട്രിക്ക് ഞാൻ പറയാം. ഞാൻ ഒരു കോഴ്സ് എടുത്താൽ സാധാരണ നോട്ട് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. ഞാൻ ഒരു കോഴ്സ് എടുത്താൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ആ നോട്ട്സ് PDF എടുത്തതിന് ശേഷം എന്നിട്ടേ ക്ലാസ് കേൾക്കാൻ നിൽക്കൂ. നോട്ട് ചെയ്താൽ ഒരുപാട് സമയം പോകും. എൻ്റെ സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഏത് സബ്ജക്റ്റ് ആയാലും, GK ആണെങ്കിലും അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒരു എന്താ പറയുക, നോട്ട്സ് ആദ്യം പ്രിൻ്റ് എടുത്തതിന് ശേഷം ക്ലാസ് കേൾക്കാൻ നിൽക്കും. അതിൽ ഇമ്പോർട്ടൻസ് ടോപ്പിക്ക് ഹൈലൈറ്റ് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് പോയത്. പിന്നെ GK ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ ഈ സ്റ്റാറ്റിക് GK ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. കറണ്ട് അഫയേഴ്സ് ജസ്റ്റ് പേപ്പർ വായിക്കുന്നില്ലാതെ ഡെയിലി പേപ്പർ വായിക്കും. അത് വെച്ചിട്ട് വരുന്ന നമുക്ക് അറിയാൻ പറ്റില്ലേ ഇന്ന ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് GK, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ഒക്കെ അല്ലേ, അതൊക്കെ ഫോക്കസ് ചെയ്തു. ഒഴിവാക്കിയിട്ടില്ല. അത് പേപ്പർ വായിക്കും, അല്ലെങ്കിൽ വീക്ക്ലി അപ്ഡേറ്റ്സ് ഒക്കെ പേപ്പറിൽ വരുമല്ലോ, കട്ടിങ്സ്, അതൊക്കെ വായിച്ചു നോക്കും. ഫോക്കസ് ചെയ്തത്. അത് അവോയ്ഡ് ചെയ്യില്ല. സിലബസ് ഒന്നും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതാണ് മെയിൻ. അതായത് ഒരു സ്മാർട്ട് വർക്ക് ചെയ്തു, എല്ലാ മേഖലയിലും സ്മാർട്ട് വർക്ക് ചെയ്തു. ഓക്കെ, അതൊരു നല്ല സ്ട്രാറ്റജിയാണ്. ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. മറ്റേത് എഴുതി നോട്ടൊക്കെ എഴുതി പോകുമ്പോൾ ഹാർഡ് വർക്കിന്റെ ഒരു ഋതമാണ് അവിടെ വരുന്നത്. ടൈം ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. വർക്കിന്റെ ഇടയിൽ ടൈം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതിന്റെ ഇടയിലാണ് ഈ ക്ലാസ് കേൾക്കേണ്ടതും പിറ്റേ വർക്കിനുള്ളത് പ്രിപ്പയർ ചെയ്യേണ്ടതൊക്കെ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പം ഫവാസ്, ഇപ്പം താങ്കളുടെ സ്മാർട്ട് വർക്കും സ്ട്രാറ്റജിയൊക്കെ നമുക്ക് മനസ്സിലായി. ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എല്ലാവരും തുടങ്ങി വെക്കും പഠനം. ആദ്യം ഒരു ജോലി എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിൽ തുടങ്ങി വെക്കും. പക്ഷെ ഈ തുടക്കം ഒരു മാസമൊക്കെ നിൽക്കും. പിന്നെ ഈ ത്രൂ ഔട്ട് നിൽക്കില്ല. ഒരു പഠനം സക്സസ്ഫുൾ ആവണമെങ്കിൽ തുടങ്ങുന്ന ഒരു ആവേശവും എനർജിയും ലെവലും അതിൽ എൻഡ് വരെ കിട്ടണം. എങ്കിൽ മാത്രമേ സർക്കാർ ജോലി അല്ലെങ്കിൽ ഏത് ലക്ഷ്യമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫവാസിലൂടെ ജോലി കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ഒരു കൺസിസ്റ്റൻസി ഫവാസിനുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഫവാസിന് ഈ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി ഇതുവരെ പഠിക്കാനുണ്ടായിരുന്ന ഒരു ആർജവം? മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു എക്സാമാണ് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യണം. അത് സിലബസിൻ്റെ ഒരു പോർഷൻ മാത്രം തറവായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. എല്ലാ പോർഷൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ കോഴ്സ് എടുത്തുകൊണ്ട് ഡെയിലി എന്തുണ്ടാവും, 1 hour ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ 1 hour ക്ലാസ് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, ഇന്ന് ക്ലാസ് ഉണ്ട്, ഇന്നതാണ് ക്ലാസ് എന്നൊക്കെ. അപ്പോൾ അതൊരു റിമൈൻഡറാണ്. അപ്പോൾ പഠിക്കാനുള്ളൊരു നമുക്ക് മറന്നു പോകില്ല. ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, അന്ന് കേട്ടില്ലെങ്കിലും പിറ്റേന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ മെൻറ്റർ സപ്പോർട്ട്, മെൻറ്റർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് എന്താ ഒരു റിമൈൻഡറാണ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ബുക്കൊക്കെ നമ്മൾ റെഫർ ചെയ്യണം, ലൈബ്രറി കണ്ടെത്തി ഏത് പോർഷൻസ് ആണെന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ഈ നിങ്ങളെ കോഴ്സ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആസ് പെർ ദ സിലബസ് ആണ്, വേറൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൺസിസ്റ്റൻ്റായി പഠിച്ചത്. പിന്നെ എന്താ പറയുക, റിവിഷൻ ചെയ്യാം, മുമ്പ് പഠിച്ചൊക്കെ റിവിഷൻ ചെയ്യാം. അതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്തത്. പിന്നെ എക്സാം എടുക്കുക നോക്കുമ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇത്രയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാര്യങ്ങളിലൂടെ നേട്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പൊ ഇനി എഴുതാൻ പോകുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിൽ ജനറൽ എക്സാം എഴുതുന്നവരുണ്ട്, ടെക്നിക്കൽ PSC എക്സാം എഴുതുന്നവരുണ്ട്. അവരോടൊക്കെ ഇനി വരുന്ന എല്ലാ എക്സാമുകളും, എല്ലാ വർഷവും ഇനി റെയിൽവേയുടെ എക്സാംസ് വരുന്നുണ്ട്, വ്യത്യസ്ത ലെവലിലെ എക്സാം വരുന്നുണ്ട്, കേരള PSC എക്സാം വരുന്നുണ്ട്. ഇവരോടൊക്കെ എന്താണ് താങ്കൾക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളത്? ഈ ഒരു എക്സാം ഒന്നും ആർക്കും കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് ആണെങ്കിലും ഇപ്പോൾ എക്സ്ട്രാ ഓർഡിനറി എല്ലാവർക്കും എന്താ പറയുക, ഇത് കോമ്പറ്റീവ് എക്സാമാണ്. ഇതൊരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജിയാണ്. സാധാരണ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിക്കുമ്പോൾ എല്ലാവരും കോമ്പറ്റീവ് എക്സാമിന് പഠിക്കേണ്ടത്. മെയിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സാമിൻ്റെ സിലബസ് അറിയുക, അത് എക്സാം പാറ്റേൺ അറിയുക. അത് പാറ്റേൺ അറിയാൻ വേണ്ടി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കും. ഇപ്പോൾ ഏതൊരു പോർഷൻസ് ആണെങ്കിലും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഏത് മോഡലാണ് വരുന്നത്, ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്, അത് വെച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുക. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഈ സ്റ്റേ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എന്താ പറയുക, കുറച്ച് പഠിച്ചു പിന്നെ എനിക്ക് എന്നെ കൊണ്ട് ഇത് നടക്കൂല എന്ന് വെച്ച് പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡെയിലി സമയം കിട്ടുമ്പോൾ നോക്കും. പിന്നെ മെയിനായി ചലഞ്ച് ഈ വർക്കിൻ്റെ കൂടെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടി മാനേജ് ചെയ്തു ഡെയിലി 1-2 മണിക്കൂർ സമയം കിട്ടുമ്പോൾ പഠിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തു. ഇങ്ങനെ അഡോപ്റ്റ് ചെയ്താൽ ഏതൊരാൾക്കും കിട്ടും. കിട്ടാത്തായിട്ടൊന്നുമില്ല. വളരെ വ്യക്തമായിട്ടൊരു മെസ്സേജാണ് താങ്കൾ കൺവേ ചെയ്തിരിക്കുന്നത്. ജീവിതത്തിലെ ഒരു മഹത്തായ ലക്ഷ്യം നേടിയെടുത്ത് സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയാണ് ഫവാസ് തന്റെ ജീവിതാനുഭവം നമ്മളുമായി പങ്കുവച്ചത്. ഏതൊരു ഉദ്യോഗാർത്ഥിക്കും അവനവന്റെ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏതൊരു വലിയ ലക്ഷ്യത്തിലും എത്താമെന്ന് ഫവാസ് എന്ന ഉദ്യോഗാർത്ഥി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അദ്ദേഹം ഒരു മാതൃകയാണ്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായ രീതിയിൽ എഫേർട്ട് ഇട്ട് മുൻധാരണകളില്ലാതെ കൃത്യവും വ്യക്തവുമായ പഠന മാതൃകയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു സർക്കാർ ജോലിയും നിങ്ങൾക്ക് നേടിയെടുക്കാമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തന്റെ വിലപ്പെട്ട സമയം നമുക്കായി മാറ്റിവെച്ച ഫവാസിന് എല്ലാ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സക്സസ് സ്റ്റോറിയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായ ദിശാബോധവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ സർക്കാർ ജോലി എന്ന വലിയ ലക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാമെന്നത് ഫവാസിന്റെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി കാണാം. ഗുഡ് ബൈ.